നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ ലാസ്റ്റ് തന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, കമൻറ്റ് ഒന്നും കണ്ടില്ല. ഇനി ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടാണോ കമൻറ്റ് ചെയ്യാൻ മടിയായിട്ടാണോ എന്നറിയില്ല. നിങ്ങളുടെ കമൻറ്റിലൂടെ എനിക്കത് മനസ്സിലാവുന്നുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഇനി ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിയായിട്ടായിരിക്കും അല്ലേ? ഓക്കെ, അവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പലർക്കും കിട്ടിയ ആൻസർ 42 എന്നാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്താണ്? തെറ്റാണ്. നിങ്ങൾ മെത്തേഡിലൂടെ ഫോളോ ചെയ്യുള്ളൂ. മെത്തേഡാണ് ഫോളോ ചെയ്തത്, പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചില്ല. ഇനി ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10 കുട്ടികളുടെ ശരാശരി തൂക്കം 40 kg, ഒരാൾ 35 kgക്ക് പകരം 55 kg എന്ന് തെറ്റായിട്ടാണ് എഴുതിയത്. അപ്പം തെറ്റാണ്. അപ്പം തന്നിരിക്കുന്ന ഈ 40 kg എന്ന് പറഞ്ഞാൽ ശരാശരിയും തെറ്റല്ലേ? 35 പകരം 55 തെറ്റായിട്ട് എഴുതിയാൽ ശരാശരിയും തെറ്റിപ്പോവും. ഇനി നമ്മുടെ ഡിഫറൻസ്, ഫസ്റ്റ് നമ്മുടെ മെത്തേഡ് എന്താണ്? 35ൻ്റെയും 55ൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ 55ൻ്റെയും 35ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 20 ആണ്. സെക്കൻഡ് നമ്മൾ എന്താണ്? ഈ 20 10 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. 2 × 10 ആണല്ലോ 20. ഇനി നിങ്ങൾ ചെയ്ത എന്താണ്? ഈ 2നെ 40 വെച്ചിട്ട് ആഡ് ചെയ്തു. പക്ഷേ 40 ഓൾറെഡി തെറ്റായിട്ടുള്ള ശരാശരിയാണ്. അപ്പോൾ നമ്മൾ ആഡല്ല ചെയ്യേണ്ടത്, പകരം എന്താ ചെയ്യേണ്ടത്? നമ്മൾ പകരം ചെയ്യേണ്ടത് 40ന് കൂടെ ഈ 2 മൈനസ് ആണ് ചെയ്യേണ്ടത്. ആൻസർ എന്താണ്? 38 ആണ്. ഇനി തെറ്റിക്കരുത്, ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് ആൻസർ ചെയ്യാവൂ. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, മനസ്സിലായിട്ടില്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നിങ്ങളെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു.